കോഴിക്കോട് അരയിടത്തും പാലത്താണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് മാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് ഒരു ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കവേ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പരിക്കേറ്റ 20 പേരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും 10 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ വൈകിട്ടായ സമയമായതുകൊണ്ട് ബസ്സിൽ കൂടുതലും ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണ്, ജോലി കഴിഞ്ഞ് മടങ്ങിയവരാണ്. അതുകൊണ്ട് തന്നെ അപകടം എത്രത്തോളം സംഭവിച്ചിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റവരുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. അഭിജിത്ത്, ഈ നാട്ടുകാർ അല്ലെങ്കിൽ ഇത് കണ്ടുനിന്നിരുന്നവർ ദൃക്സാക്ഷികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ അഭിജിത്ത്? കീർത്തന, ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഷഹദ് റഹ്മാൻ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിലൊരാളുടെ നില ഗുരുതരമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ഈ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനം, ഈ മറിഞ്ഞ ബസ് ഉയർത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. അവർ ഈ ഡീസൽ ടാങ്കിന് ചെറിയ ലീക്കുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിമാറാതിരിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. അവർ വെള്ളം ഉൾപ്പെടെ ഉപയോഗിച്ച് ആ രീതിയിലുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഏതായാലും അരയിടത്തു പാലത്ത് വെച്ച് അല്പസമയം മുൻപാണ് ഈ അപകടമുണ്ടായത്. ഏതാണ്ട് 4 മണി സമയത്തോടടുപ്പിച്ചാണ് ഈ അപകടമുണ്ടായത്. നിറയെ യാത്രക്കാരുമായി പോകുന്ന ബസ്സാണ് നിയന്ത്രണം വിടുകയും തുടർന്ന് തലകീഴായി മറിയുകയും ചെയ്തത്. അതിൽ യാത്രക്കാരുണ്ടായിരുന്നു, അവർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. അതിൽ 30ഓളം പേർക്ക് പരിക്കു പറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിറയെ യാത്രക്കാർ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഈ പരിക്കിന്റെ വ്യാപ്തി അത് ഉയരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത്. സ്കൂൾ വിദ്യാർത്ഥികളാണ് കൂടുതലുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. സ്കൂൾ വിടുന്ന ഒരു സമയം കൂടിയാണ്. അതിനാൽ തന്നെ ആ രീതിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിക്കുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറഞ്ഞത്. നമ്മൾ അല്പസമയം മുൻപ് ഈ കണ്ടവരുടെ ദൃക്സാക്ഷികളുടെ ഒക്കെ തന്നെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ആ ഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയ ഒരു കാര്യം കീർത്തന, വാഹനത്തെ ഈ ബസ് ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക്, മാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ ബസ് ഒരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ ഈ ബൈക്കിനെ ഈ ബസ് ഇടിക്കുന്നു. തുടർന്ന് ബസ്സിന് നിയന്ത്രണം നഷ്ടമാകുന്നു, തുടർന്ന് മറിയുന്നു. ഇങ്ങനെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ബസ്സിന്റെ നടുവിലത്തെ ടയറുകൾ ഉൾപ്പെടെ അത് തേഞ്ഞു തീർന്ന നിലയിലാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ ആ രീതിയിൽ അതിന് കൃത്യമായ രീതിയിൽ ബ്രേക്ക് ഇട്ട് നിർത്താൻ സാധിക്കുമോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ ബാക്കിയാണ്. നമുക്കതിന്റെ ടയറുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഏത് രീതിയിലാണ് അതിന്റെ ടയർ ഉൾപ്പെടെയുള്ളത് എന്ന്. ഒപ്പം ബസ് അല്പം വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അമിത വേഗതയിലായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെയാണ് ഈ ബസ്സിന് കൃത്യമായ രീതിയിൽ ഇതിന് ബ്രേക്കിട്ട് ബസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത് ഡ്രൈവർക്ക് എന്നും പറയുന്നുണ്ട്. ഏതായാലും ബസ് നിലവിൽ ഈ റോഡിൽ തന്നെ റോഡിന് വിലങ്ങനെയായി കുറുകെ കിടക്കുകയാണ്. ബസ് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. വലിയൊരു രീതിയിലുള്ളൊരു ഗതാഗത കുരുക്ക് ഈ അരയിടത്ത് പാലത്തിന് സമീപത്തായി രൂപപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നൊരു റോഡ് കൂടിയാണ്, വൈകിട്ട് കൂടിയാണ്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ എത്തി അതിനൊരു ഈ ഗതാഗതം നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഈ പരിക്കു പറ്റിയവരെ മുഴുവൻ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കീർത്തന, പരിക്ക് പറ്റിയവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അഭിജിത്ത് മുഴക്കുന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന വിവരം. അവിടെ നിന്ന് ബസ് മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷഹദ് റഹ്മാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നേരത്തെ നമ്മൾ പെട്ടെന്നുണ്ടായ അപകടമാണ്, അതിനിടയിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നല്ലേ? ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ഈ കേശാറ്റിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. നിലവിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അഭിജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 20 പേരും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 പേരെയുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഈ 10 പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആളുകളുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. എന്നാൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുള്ള ഒരാളുടെ നിലയാണ് നിലവിലെ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായിട്ട് തുടരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ
ഇതിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു ഇതിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടും ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് എരഞ്ഞിപ്പാലത്ത് തന്നെയുള്ള സരോവരത്തിന് ഓപ്പോസിറ്റുള്ള കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇതിലുണ്ടായിരുന്നത്, ഈ ബസ്സിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ആശുപത്രി അധികൃതരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം അത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രവേശിപ്പിച്ചിട്ടുള്ള ആളുകളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള അധികൃതർ പറയുകയും ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നിന്നും മാവൂര് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു ബൈക്കിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അതായത് ബസ്സിന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. കാരണം ആളുകളെ സംബന്ധിച്ച ചിലർ വലിയ രീതിയിൽ ഭയന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭയപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ അവരോട് കൂടുതൽ കാര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ചോദിച്ചറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് ഇപ്പോൾ ഇവിടെയുള്ള, അതായത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുള്ള ചില ആളുകളെയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എരഞ്ഞിപ്പാലത്തുള്ള കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമായിട്ടും ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആ വിദ്യാർത്ഥികളുമായിട്ട് നമ്മൾ സംസാരിച്ച ഘട്ടത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൽ കാര്യമായിട്ട് അവർക്ക് പരിക്കുകളില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഡോക്ടർമാരുമായും അതുപോലെ തന്നെ ആശുപത്രിയിലെ അധികൃതരുമായിട്ടും അതുപോലെ തന്നെ പോലീസുമായൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അല്പസമയത്തിനകം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും നിലവിൽ എത്ര പേരെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു എന്നും നിലവിൽ ആരൊക്കെ തിരിച്ചറിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം അവർ ഇത്തരത്തിൽ മെഡിക്കൽ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നൽകാൻ അവരിപ്പോൾ ഒരു ബോർഡ് തയ്യാറാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വിവരങ്ങൾ കൈമാറുന്നത് പോലെ സമാനമായ രീതിയിൽ ഇപ്പോഴും അത്തരത്തിലുള്ള വിവരങ്ങൾ ഉടൻ തന്നെ കൈമാറും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം വിവരങ്ങൾ അഡ്മിറ്റ് ചെയ്ത ആളുകളുടെ എണ്ണം, അതുപോലെ തന്നെ അത്യാഹിതം ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ എണ്ണം, അതുപോലെ തന്നെ സാരമായിട്ട് പരിക്കേറ്റ ആളുകളുടെ എണ്ണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അല്പസമയത്തിനകം ഒരു വിശദീകരണം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അല്പസമയം മുൻപ് PRO നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അപകടം സംഭവിച്ച അരയിടത്തു പാലത്തു നിന്ന് അഭിജിത്ത് മുഴക്കുന്നും നമുക്കൊപ്പം ചേരുകയായിരുന്നു. ബസ് മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത്. നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളുടെ നില ഗുരുതരമാണ് എന്നതൊഴികെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഇവർ ഉള്ളത്. മറ്റ് ചിലരെ, ഒരു 10ഓളം പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഈ യാത്രക്കാർ ആരെല്ലാമായിരുന്നു, ആർക്കെല്ലാമാണ് പരുക്കേറ്റത്, ഇത്തരം വിവരങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും.